ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ ഹിതം തേടുന്നവയായി മാറാൻ പ്രവൃത്തിയിലൂടെ കരുതലിൻ്റെ ഒരു സാധ്യതയൊരുക്കാൻ, അങ്ങനെ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ വഴി തുറക്കാൻ അഭിഷേകം തരണമേ. ഞങ്ങൾ ഓരോരുത്തരും വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കടന്നു പോകുന്നവരായി മാറാൻ ഇടയാക്കല്ലേ. കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. പ്രിയപ്പെട്ടവരെ, അതിനെ നമുക്കൊരു ശ്രദ്ധേയമായ ഓർമ്മപ്പെടുത്തൽ കൈമാറുകയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ സൂക്ഷിക്കേണ്ട സുന്ദരമായൊരു നിലപാട് ഒരു കരുതലിൻ്റെ നിലപാടാണ്. മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തികളെ ഒന്ന് ഓറിയൻ്റ് ചെയ്താൽ മനുഷ്യൻ വല്ലാണ്ട് സ്വാർത്ഥന. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അറിഞ്ഞും അറിയാതെയും ഈ സ്വാർത്ഥത ഇങ്ങനെ അധികമായിട്ട് കൂടാരം കെട്ടി കഴിയാണ്. അത് യാത്രയിലാകാം, ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലുമാകാം. നിസ്വാർത്ഥത എന്ന് പറയണത് ഇന്ന് ജീവിതത്തിൽ അന്യം നിന്ന് പോവുകയാണ്. മറ്റൊരു വ്യക്തിയെ പരിഗണിക്കാനായിട്ട് അത് എല്ലാ ഇടങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്താൽ, ആരെങ്കിലുമൊക്കെ നമുക്ക് മുൻപേ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പം എന്തുമാത്രം പ്രതിഷേധങ്ങളാണ് നമ്മളിലൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഓരോരുത്തരും ആത്മശോധനയ്ക്ക് വിഷയമാക്കുമ്പം എൻ്റെ പ്രവൃത്തികളൊക്കെയും ഒരു കരുതലായിട്ട് മാറത്തക്ക വിധം. കരുതുക എന്ന് വെച്ചാൽ അതൊരു നിക്ഷേപം. എനിക്ക് വേണ്ടിയല്ല, അവരെൻ്റെ ജീവിതത്തിന് വേണ്ടി. സ്വാർത്ഥതയെ വെടിയാനായിട്ട് തീരുമാനം എടുക്കുന്നവർക്കും മാത്രമേ ഈ കരുതൽ സാധ്യതയുള്ളൂ. കരുതൽ നിക്ഷേപങ്ങളൊക്കെ വ്യക്തികൾക്കും കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ഉണ്ടും തിന്നും ജീവിച്ചു കടന്നു പോകുന്നവരായിട്ട് മാറിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ഗാന്ധിജി പോലും ഒരിക്കൽ ഇങ്ങനെ ഭാരതത്തിൻ്റെ ഈ സങ്കടാവസ്ഥകളെക്കുറിച്ച് പങ്കുവെച്ചപ്പം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്, ഇവിടെ സമ്പന്നനും ദരിദ്രനുമിടയിലുള്ള ഈ അകലം വർദ്ധിച്ചതാണ് ദാരിദ്ര്യത്തിലേക്ക് ദേശത്തെ എത്തിച്ചത്. ഇവിടെ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോകുന്നവർക്ക് ഭക്ഷിക്കാനും അവൻ്റെ ദൈനംദിന ആവശ്യങ്ങളെ നിറവേറ്റാനും തക്ക വിധമുള്ള വിഭവങ്ങൾ ഈ നാടിനുണ്ട്. ഒരു മാറ്റവും ഇല്ല. അറിഞ്ഞുമറിയാതെയും ഈ സമ്പത്ത് സമ്പന്നനിലേക്ക് കുമിഞ്ഞുകൂടുമ്പോൾ പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുന്ന നിലപാടുകളൊക്കെ അന്യം നിന്ന് പോകുമ്പം സങ്കടകരമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി തുടക്കം മുതൽ, സ്വാതന്ത്ര്യാനന്തരം തുടക്കം മുതൽ ഗാന്ധിജി ഈ നിലപാടിൽ നിന്ന് വ്യത്യാസപ്പെട്ട് സഞ്ചരിച്ചില്ല. അതുകൊണ്ട് ഒരു കാർ ഫാക്ടറി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളുമായിട്ട് നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ ചർച്ച നടത്തിയ വിശേഷം ഗാന്ധിജിയോട് പങ്കുവച്ചപ്പം ഗാന്ധിജി പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ രാജ്യത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഒരു കാർ ഫാക്ടറി ഉണ്ടാക്കുന്ന കാര്യമല്ല, ഒരു സൈക്കിൾ കമ്പനി ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ ഏതു തീരുമാനം എടുക്കുമ്പോഴും ഈ പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പും ജീവിതവും പേരെടുക്കലും ഈ ജീവിതം കടന്നുപോയ മുഴുവൻ വഴികളും നമ്മളോട് പറയണത് ഇതേ കാര്യമാണ്. മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനത്തേക്കെത്തി അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പം ഏറ്റവും അടുപ്പമുള്ള കർദിനാൾ വന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് കാതിൽ പറഞ്ഞത് മാർപ്പാപ്പ പിന്നീട് പറയുകയുണ്ടായി, എന്തു തീരുമാനം എടുക്കുമ്പോഴും പാവപ്പെട്ടവനെ മറക്കാൻ പാടില്ല. പേരുപോലും എടുത്തപ്പം ഈ ദാരിദ്ര്യത്തിൻ്റെ അടയാളമെന്ന് വിളിക്കാവുന്ന രണ്ടാം ക്രിസ്തുവിൻ്റെ പേരെടുക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ. പറഞ്ഞു വരുന്നത്, പ്രവൃത്തികളൊക്കെ ഈ കരുതലാകത്തക്ക വിധമുള്ളൊരു ശ്രദ്ധ, പ്രവൃത്തികളൊക്കെയും മറ്റൊരുവൻ്റെ ജീവിതത്തിന് സഹായകമാകത്തക്ക വിധമുള്ള നിലപാട്. ആദ്യം കൂമ്പൊടിക്കേണ്ടത് സ്വാർത്ഥതയുടെ, ആദ്യം
നാം നിഷ്കരണം വെട്ടിമാറ്റേണ്ടത് ഞാനെന്ന ഭാവത്തെയാണ്. അറിഞ്ഞുമറിയാതെയും ഈ സ്വാർത്ഥതയും ഞാൻ ഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞ് അതിങ്ങനെ ചുറ്റുപാടിലേക്ക് പരന്നൊഴുകിക്കഴിയുമ്പം അത് റോട്ടിൽ ഗ്രീസ് വീഴുന്നത് പോലെയാണ്. പോകുന്ന പല വാഹനങ്ങളെയും പല സഞ്ചാരത്തിലുള്ള പലരെയും അത് അപകടപ്പെടുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ നിയമത്തെ അനുസരിക്കുന്ന ഒരു സംസ്കാരം. പ്രവൃത്തി എന്ന് പറയുമ്പോൾ എല്ലാ പ്രവൃത്തികളും, മാന്യൻ്റെ നിർവചനം പോലും അങ്ങനെയല്ലേ? ഏറ്റവും കുറഞ്ഞ ആളുകളെ ഉപദ്രവിക്കുന്നവൻ, എൻ്റെ വാക്കോ എൻ്റെ ചിന്തയോ എൻ്റെ നിലപാടോ മൂലം ഏറ്റവും കുറച്ച് ആളുകളെ ഉപദ്രവിക്കുക, വല്ലാത്തൊരു വളർച്ചയുടെ കാഴ്ചപ്പാടാണ്. അപ്പം ഒരു ദേശത്തിൻ്റെ നിയമത്തോട് ബന്ധപ്പെടുത്തിയൊക്കെ എന്നും എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ നിയമത്തെ സ്നേഹിക്കാൻ, അതിനെ കൃത്യതയോടെ പാലിക്കാൻ ശ്രമിക്കുമ്പം നിയമം എന്നെ സേവിക്കുകയും എനിക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. ചെറുപ്പക്കാർ മക്കളോടൊക്കെ ഞാൻ പറയും, മക്കളെ, എന്തിനാ നിയമം ഒരു രാജ്യത്ത് വെച്ചിരിക്കുന്നത്? അതനുസരിക്കാൻ വേണ്ടി തന്നെയാണ്, വയലേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ലംഘിക്കാനല്ല. ചെറുപ്പക്കാരുടെ ഉള്ളിലൊക്കെ ഇന്ന് അറിയാണ്ടും ഇതിങ്ങനെ രൂഢമൂലമായിട്ട് വന്നിരിക്കുകയാണ്. നിയമം തെറ്റിക്കാനാണെന്നൊക്കെ പറയുന്ന ചില ഗ്രൂപ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി കഴിയുമ്പം അത് തെറ്റിക്കുന്നതിൽ ആഹ്ലാദം കണ്ടുപിടിക്കുന്നു, അതിൽ തൃപ്തി കണ്ടെത്തുന്നു. അതുകൊണ്ട് നിയമത്തോട് ബന്ധപ്പെടുത്തി ഓരോ വ്യക്തിയും അത് ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഒരു അറിവാണ്. കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും പ്രായത്തിൻ്റെ പക്വതയെത്തും മുമ്പേ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, മാതാപിതാക്കൾ അനുവദിക്കുന്നു. ഇന്ന് ഞാൻ രാവിലെ യാത്രക്കിടയിൽ പോലും ഒരു 10 വയസ്സ് പോലും ഇല്ലാത്തൊരു മകനെ അപ്പനിങ്ങനെ വട്ടം പിടിച്ചിട്ട് അവൻ ബൈക്ക് ഓടിക്കുക, അതും ഒന്നാം തരം ഹൈവേയിലൂടെ. എന്തൊരു മണ്ടത്തരമായി കാണിക്കണത്. ചില മാതാപിതാക്കളൊക്കെ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്ന കാണാം. കൊച്ചു കുഞ്ഞുങ്ങളെ മടിയിലിരുത്തിയിട്ട് വണ്ടിയുടെ സ്റ്റിയറിംഗ് കൊടുക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, തീരെ പൊടിക്കുഞ്ഞുങ്ങളെപ്പോലും. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ദുരന്തമാണ്. അപ്രതീക്ഷിതമായിട്ട് ഈ വാഹനത്തിനെതിരെ ഏതെങ്കിലും വാഹനങ്ങൾ വരികയോ ഏതെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്ത അപകടത്തിൻ്റെ സാധ്യതകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പം ഈ കുഞ്ഞ് ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സങ്കല്പാതീതമായിട്ടുള്ള ദുരന്തമായിരിക്കും. ഈ സ്റ്റിയറിങ്ങിനകത്തൊക്കെ പിള്ളേർ കൈയിട്ടിരിക്കുമ്പം അപ്പന് സ്റ്റിയറിങ് വെട്ടിക്കാമോ അതോ വണ്ടി ഇടിക്കാൻ വിട്ടുകൊടുക്കാമോ? ഒന്നും ആലോചിക്കാൻ സമയം കിട്ടില്ല. ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നവരോട് തമ്പുരാൻ കൃത്യതയോടുകൂടി ഇട്ട് പറയാണ്, നീ നിന്റെ പ്രവൃത്തികളെ ഒരു കരുതലായിട്ട്, ഒരു നിക്ഷേപമായിട്ട് മാറണമെങ്കിൽ പ്രകൃതി കൽപ്പിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് പറയണത് ദൈവിക നിയമങ്ങളുണ്ട്, പ്രകൃതി നിയമങ്ങളുണ്ട്, മാനുഷിക നിയമങ്ങളുണ്ട്, ഒപ്പം ചില നാടിൻ്റെ പ്രത്യേക നിയമങ്ങളുണ്ട്. എല്ലാത്തിനോടും നമ്മൾ പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോകണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമായി നമുക്ക് ജീവിക്കാൻ കഴിയും. അതിനോട് നോ പറയാനായിട്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സുഖമനുഭവിക്കാനായിട്ട് കഴിയുന്നത് പുതുകാലത്തിൻ്റെ മണ്ടത്തരം എന്നല്ലാതെ ഒന്നും വിളിക്കാനായിട്ടാവില്ല. ചില മനുഷ്യരൊക്കെ നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തും. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു കുടുംബം എന്നോട് പറയുക, ഒരിടത്ത് ചെന്നപ്പം, അച്ഛാ 36 വയസ്സ് പ്രായമുള്ളൊരു മകനാണ് അവൻ്റെ വീട്ടിലെ അമ്മയെ. ആ അമ്മയെക്കുറിച്ച് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞ അമ്മയും അപ്പനുമുണ്ട്. ഈ അമ്മയ്ക്ക് തലച്ചോറ് ചുങ്ങിപ്പോകുന്നൊരു അസുഖമാണ്. തലച്ചോറ് ചുങ്ങിപ്പോവുകയാണ്. ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ഈ അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ടാവില്ല. മറ്റൊരു വലിയ പ്രത്യേകത, കരയാണെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ ഈ അമ്മച്ച് കരയും. ചിരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഈ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമബദ്ധമായിട്ട് നടക്കാതെ വന്നു കഴിയുമ്പം എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ 7 നിമിഷവും സംഭവിക്കാവുന്ന ഒരു മഹാദുരന്തത്തിൻ്റെ നേർക്കാഴ്ച. പക്ഷെ ഈ മകനെയാണ് ആളുകൾ സ്തുതിക്കുന്നത്. എന്നോട് പറഞ്ഞ സഹോദരി പറഞ്ഞത്, ഈ നാട്ടിൽ ഒരു വിശുദ്ധൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആരെങ്കിലും വിശുദ്ധർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ ഞങ്ങൾ അവനെ ചൂണ്ടിക്കാണിക്കും. ഈ അടുത്ത നാളിൽ ഈ മകൻ അമ്മയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പം അമ്മ ഈ മകനോട് പറയുകയാണ്, അമ്മയുടെ ഉള്ളിലെ ഒരു കൗതുകം, എനിക്ക് കടൽ കണ്ടാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. വയനാട്ടിലാണെന്ന് ഓർമ്മിക്കണം. അവിടെ കടലും ഇല്ല, ട്രെയിനും ഇല്ല. നമ്മളൊക്കെയാണെങ്കിൽ ഞാൻ പോലും സ്വാഭാവികമായി ചിന്തിച്ചത്, പിന്നെ ഈ വയസ്സാം കാലത്ത് ഇപ്പം എന്ത് കടൽ കാണാനാ എന്ന് പറയണമെന്നാണ് എൻ്റെ ഉള്ളിൽ തോന്നിയതെങ്കിൽ, ഈ മകൻ, ആളുകൾ പറയും, അവൻ്റെ അമ്മയെയും വാരിയെടുത്ത് വണ്ടി ഓടിച്ച് ഈ അമ്മയെ ഏറ്റവും അടുത്ത് കടലുള്ളത് കണ്ണൂരാണെന്നറിഞ്ഞപ്പം ഈ അമ്മയെ കൂട്ടി അവൻ ചുരമിറങ്ങി ഈ അമ്മയെ കടൽ കാണിക്കാൻ കൊണ്ടുപോയി. എന്തമ്മ കണ്ടുവെന്നറിയില്ല. അമ്മ ആ പോകുന്ന വഴിയിൽ അത് ഓർത്തിരിപ്പുണ്ടോ എന്നും അറിയില്ല. മടങ്ങി വരുമ്പം ഈ അമ്മയിലത് എന്തെങ്കിലും സ്വാധീനമാകുമോ എന്നും നമുക്ക് പ്രവചിക്കാനാവില്ല. കാരണം തലച്ചോറ് ചുങ്ങുന്ന അസുഖമുള്ള അമ്മയാണ്.
പ്രവൃത്തികളെ ഇങ്ങനെ നിക്ഷേപങ്ങളായി മാറ്റുന്ന ജീവിതങ്ങൾ, പ്രവൃത്തികളെ ഇങ്ങനെ ഗൗരവത്തോടു കൂടിയിട്ട് അഭിഷേകത്തോടു കൂടിയിട്ട് ചിന്തിക്കാൻ കഴിയാത്ത മഹാത്ഭുതത്തിൻ്റെ അനന്ത സാധ്യതയിലേക്ക് മാറ്റുന്ന ഒരുപിടി ജീവിതങ്ങൾ. അത്തരം ജീവിതങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ട് നാം സങ്കീർത്തനം 118 നാം വായിക്കുന്നുണ്ട്. ബൈബിളിൻ്റെ സെൻട്രൽ വേർഡിനെ കുറിച്ചാണ് അവിടെ വചനം പറയണേ. 8ഉം 9ഉം തിരുവചനങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കേണ്ടെന്നും മനുഷ്യനെ ആശ്രയിക്കേണ്ടത് മണ്ടത്തരമാണെന്നും ബൈബിൾ ഇങ്ങനെ അടിവരയിട്ട് ആയിരക്കണക്കിന് തവണ ആവർത്തിച്ചു പറയുന്ന അതിസുന്ദരമായ ഒരു കാര്യമാണ്. അത് ബൈബിളിലെ സെൻട്രൽ വേർഡെന്നാണ് വിളിക്കണേ. സങ്കീർത്തനം 118 8ഉം 9ഉം എന്നുവെച്ചാൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ നമ്മൾ ആദ്യന്തം എഴുതുമ്പം അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായി കാണപ്പെടുന്ന വചനം, നീ മനുഷ്യനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല, നീ ദൈവത്തെ ആശ്രയിക്കണം. നിന്റെ ചിന്തകൾ മുഴുവനും, നിന്റെ പ്രവൃത്തികൾ മുഴുവനും, നിന്റെ ആഗ്രഹങ്ങളൊക്കെയും ഈ ലോകത്തിനിണങ്ങുന്ന വിധം ലൗകികതയുടെ മാനങ്ങൾക്ക് ആനുപാതികമായിട്ട് മാറാതെ കുറേയും കൂടെ ദൈവോന്മുഖമാകാനായിട്ട്, സ്വർഗോന്മുഖമാകാനായിട്ട് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് നാം കരുതാനായിട്ട് ശ്രദ്ധിക്കുമ്പം അതിൽ അടിസ്ഥാനപരമായി സൂക്ഷിക്കേണ്ട ഒരു 4-5 വിചാരങ്ങളുണ്ട്. ആർക്കു വേണ്ടി കരുതുമ്പോഴും, എന്തിനു വേണ്ടി കരുതുമ്പോഴും, എന്തെങ്കിലും കരുതുമ്പോഴും, ആർക്കു വേണ്ടിയുമാകാം, എന്തിനു വേണ്ടിയിട്ടുമാകാം, എന്തുമാകാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യമുണ്ട്. ഒന്നാമത്തേത്, അധികമുണ്ടെങ്കിലേ കരുതാനാവും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിലല്ലേ എനിക്ക് നീക്കി വയ്ക്കാൻ കഴിയൂ. പല ആളുകളും എപ്പിക്കൂറിയൻ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി ജീവിക്കുക. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി, ടുമോറോ യു മേ ഡൈ. ഇന്ന് കിട്ടുന്നത് മുഴുവനും ഇന്ന് തീർക്കുന്ന ഒരു സംസ്കാരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, അധികമുണ്ടെങ്കിൽ മാത്രമേ കരുതാൻ, നിക്ഷേപിക്കാൻ, സൂക്ഷിക്കാൻ നമുക്കാവൂ. അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ മിച്ചം വയ്ക്കുക എന്നത് വേസ്റ്റാക്കാന്നല്ല, എന്തെങ്കിലുമൊക്കെ മറ്റൊരുവൻ്റെ ജീവിതത്തിന് കൂടെ ഗുണകരമാകത്തക്ക വിധം മാറ്റിവെക്കുക എന്നത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റണം. ചിലർക്കറിയുള്ളൂ, ചിലരിങ്ങനെ അത്തരമൊരു ശൈലിയേ ഇല്ല. എന്നുവെച്ചാൽ ചില സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്, ഇങ്ങനെ ജീവിച്ചു കടന്നു പോകുന്നവർ. അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുക്കുക, ഇവിടെ നിന്നെടുത്ത് അവിടെ കൊടുക്കുക, അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ഒട്ടയടക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ. ആത്യന്തികമായിട്ട് 25, 30, 40 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മക്കളൊക്കെ മാതാപിതാക്കളോട് മുഖത്ത് നോക്കി ചോദിച്ചു തുടങ്ങി, എന്തുണ്ടാക്കി. മൂന്നാമത്തെ ഒരു കാര്യം, ധൂർത്തിനോട് കാണിക്കുന്ന സമീപനം. അറിഞ്ഞുമറിയാതെയും ഈ പുതിയ കാലം, ഈ കഴിഞ്ഞ ദിവസം ഒരു വായന എന്നെ അത്ഭുതപ്പെടുത്തി. എയർലൈൻ വല്ലാണ്ട് വളരാൻ പോവുകയാണ്. കാരണം മനുഷ്യരിങ്ങനെ ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലേക്കും സഞ്ചരിക്കുക എന്നത്, പിക്നിക്കും തീർത്ഥാടനങ്ങളുമൊക്കെയായിട്ട് നമ്മുടെ നാട്ടിൽ പോലും വലിയ ഇത്തരം ചിന്തകളും ആഗ്രഹങ്ങളുമൊക്കെയായി ആളുകൾ യാത്രയുടെ തിരക്കിൽ, ഓട്ടത്തിലാണ്. അവിടെ ധൂർത്ത് അപകടകരമായൊരു കാഴ്ചപ്പാട്. പുതിയ കാലത്തിന് വളരെ ലാഘവത്തോടു കൂടി മക്കളൊക്കെ ജീവിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. സങ്കല്പിക്കാൻ പോലും ആവില്ല. പണം എവിടെ നിന്നൊന്ന് വരുന്നെന്നോ അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നെന്ന് പോലും അറിയാതെ, ഒരു കണക്കുമില്ലാതെ ഇങ്ങനെ ഉണ്ടും തിന്നും ജീവിച്ചു കടന്നു പോകുന്ന, അന്നന്നത്തെ കാര്യത്തിന് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്ന, ഈ പണ്ടാരോ നേരം പോക്ക് പോലെ പറഞ്ഞു, ഓൺലൈനിൽ പൈസ കിട്ടുകയും ഓൺലൈനിൽ ചെലവാക്കുകയും ചെയ്യുമ്പം നമ്മളറിയാതെ അതിന് ഒരു അപകട സാധ്യതയുണ്ട്. പൈസ ഇങ്ങനെ കയ്യിലെടുത്തെണ്ണി അത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടെ അതിനോട് അടുപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ പഴയ തലമുറയുടെ ചിന്തയാവും. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും വിഷയമല്ല. അവരിങ്ങനെ സ്വൈപ്പ് ചെയ്തും അല്ലെങ്കിൽ GPay ചെയ്തും പേടിഎം വഴിയൊക്കെ അയച്ചും ഇങ്ങനെയുള്ള പുതു കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുമ്പം ഈ കരുതലുണ്ടാകണമെങ്കിൽ ധൂർത്ത് പാടില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു പറയണം. ജീവിച്ചിരിക്കുന്ന കാലത്ത്, നല്ല ബോധമുള്ള കാലത്ത് നമ്മൾ ഇത്തരം ചിന്തകളുമായിട്ട് മുൻപോട്ട് കടന്നു പോകണം. ചിലർക്കൊന്നും ഇത് സാധിക്കില്ല. ഒരു അമേരിക്കക്കാരൻ മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ തൻ്റെ അനുഭവം പങ്കുവച്ചത് ഒരാൾ എന്നോട് ഷെയർ ചെയ്തു. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് അമേരിക്കയുടെ വളരെ സുപ്രധാനമായ സിറ്റീസിൽ വീട് വേണമെന്നുള്ളതായിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം സമ്പാദിച്ചു ഇഷ്ടം പോലെ. അമേരിക്കയിൽ മക്കൾക്ക് ജോലിയൊക്കെ വാങ്ങി അവർക്കവിടെ വീടുമെല്ലാം വെച്ചു കൊടുത്തു. അദ്ദേഹം നാട്ടിലോട്ട് വന്ന് സെറ്റിലായി. വാർദ്ധക്യത്തിലെത്തിയപ്പം കൂട്ടിന് ആരും ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, എല്ലാ സാധ്യതകളുമുണ്ട്. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ജീവിതം ഇങ്ങനെ സായാഹ്നത്തിൽ, വാർദ്ധക്യം കൊണ്ട് ജീവിത സായാഹ്നത്തിലെത്തിയപ്പം തനിക്ക് സഹായം ആവശ്യമുണ്ട് എന്ന് മനസ്സിലായപ്പം ആരുമില്ല എന്ന ചിന്തകളൊക്കെ ഈ മനുഷ്യനെ വല്ലാതെ ഭാരപ്പെടുത്തി. അദ്ദേഹത്തിന് സഹായത്തിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അസോസിയേഷനിലെ ഒരു കുടുംബം
ഒപ്പം നിൽക്കുകയും അവരൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. വളരെ ഔദാര്യപൂർവ്വം അദ്ദേഹം കോവിഡ് ബാധിതനായപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴുമൊക്കെ ഇദ്ദേഹത്തെ കരുതിയതും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തതുമൊക്കെ അവർ പങ്കുവയ്ക്കുക. ഒടുവിൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളൊക്കെയും ഇവർക്ക് എഴുതി വെച്ചിട്ടാണ് ഈ മനുഷ്യൻ മരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ധൂർത്തി പുതുകാലത്തിൻ്റെ ഒരു മഹാവ്യാധിയാണ്. എനിക്ക് പണമുണ്ട്, ഞാൻ അധ്വാനിച്ചു, ഞാൻ ആർജിച്ചു, എൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കും. ആ ഒരു ശൈലിയിൽ നിന്ന് ഇത്തരമൊരു മനോഭാവത്തിലേക്ക് ഒരു കാരവൻ സംസ്കാരം എന്നൊക്കെ പറയും. യൂറോപ്പിലൊക്കെ ഇന്ന് വളരെ പ്രബലൻ്റായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അവരെ നിർബന്ധമായും വാർദ്ധക്യത്തിൽ നോക്കണമെന്ന് രാജ്യത്തിന് നിയമമുള്ളത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് അടിച്ചു പൊളിച്ച് ജീവിച്ച് തിന്ന് തീർത്ത് അവസാനം ഒരു കാരവൻ വാങ്ങി അതിനകത്ത് അതിൻ്റെ പാർക്കിൽ കൊണ്ടുപോയി അതിട്ട് അവിടെ കിടന്ന് മൺമറഞ്ഞു പോകുന്ന ഒരു സംസ്കാരം, സങ്കടകരമായൊരു സംസ്കാരമാണ്. നാം കരുതാൻ മുൻപോട്ട് യാത്ര ചെയ്യുമ്പം ഈ ധൂർത്തിനെ ഒന്ന് ബോധപൂർവകമായിട്ട് നോ പറഞ്ഞ് അതിർവരമ്പുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ പരിഗണിക്കാൻ ശ്രദ്ധിക്കാം. അതിനപ്പുറത്തേക്ക് അത് ആർത്തിയായിട്ടും അത്യാർത്തിയായിട്ടും അത് ആർഭാടമായിട്ടും അത് ആഡംബരമായിട്ടും ഒടുവിൽ അത് അനീതിയുമായിട്ടൊക്കെ മാറുകയാണ്. അത് ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 21-ാം തിരുവചനം പറയും പോലെ, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. തുടർന്ന് പറയാണ്, അന്ന് നിങ്ങളെ പലരെയും ഞാൻ അറിയില്ലെന്നൊക്കെ പറയും, കാരണം നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്നു. അനീതി എന്ന് പറഞ്ഞാൽ ഈ അത്യാവശ്യവും ആവശ്യവും ഒക്കെ വിട്ട് ഇങ്ങനെ ജീവിതം പടിപടിയായിട്ട് അത് ആർത്തിയായിട്ടും ആഡംബരമായിട്ടും അത്യാർത്തിയായിട്ടും ഒടുവിൽ അനീതിയായിട്ടും മാറുന്ന അപകടം. അതാണ് ഓർക്കേണ്ട മൂന്നാമത്തെ കാര്യം. നാലാമത്തേത്, ഈ കരുതലുണ്ടാകണമെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ വേണം. പ്ലാനിങ്, ഒരു തർമ്മക്കാരൻ്റെ മനസ്സോടെ ഇന്ന് കിട്ടുന്നത് ഇന്ന് ചെലവാക്കി ജീവിക്കുക. ലീവ് ടുഡേ എന്ന് പറയുന്ന, ഒരുപക്ഷെ ആകുലതകളില്ലാതെ ജീവിക്കാനായിട്ടൊക്കെ നമ്മൾ അത്തരം ചിന്തകളൊക്കെ പങ്കുവയ്ക്കേക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ജീവിതത്തിൽ ഈ പ്ലാനിങ് ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട്. ചിലർക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് പദ്ധതികളില്ല. ഈ സമയം തെറ്റിയും കാലം തെറ്റിയും ചെയ്തു കൂട്ടുന്ന ചില പ്രവൃത്തികൾ. ഉദാഹരണത്തിന്, മക്കൾ കെട്ടുപ്രായം എത്തി നിൽക്കുമ്പം കിട്ടാവുന്ന മുഴുവനും ലോൺ എടുത്ത് വീട് പണിയുന്ന ചില മനുഷ്യർ. അത് ക്രമമില്ലാത്ത പ്ലാനിങ് ഇല്ലാത്ത ഒരു കാലമാണ്. ഒരുപക്ഷെ ഈ മക്കൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഈ അപ്പൻ അല്ലെങ്കിൽ അതിനു മുൻപ് ഒരു വീട് പണിയാനായിട്ട് സ്വപ്നം കാണുകയും മുൻകൂട്ടി അതിനുവേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുകയും. ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ മനുഷ്യനെ. അദ്ദേഹം അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ വേണ്ടി പോകും. 6 മണി വരെയൊക്കെ റബ്ബർ വെട്ടിക്കഴിഞ്ഞ് രാവിലെ 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് അദ്ദേഹം ടൗണിൽ വന്ന് ഓട്ടോറിക്ഷ ഓടിക്കും. അതിനുശേഷം അയാൾ തിരിച്ചു പോകും, റബ്ബർ പാലെടുക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നീട് അദ്ദേഹം വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ ഓട്ടോറിക്ഷ ഓടിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ കുടുംബത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിലൂടെ പണം കണ്ടെത്തുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ റബ്ബർ വെട്ടിയ ആ ഷീറ്റും അതിൻ്റെ വരുമാനവും മുഴുവനും ഞാനൊരു നിക്ഷേപമായിട്ട് കരുതി. അദ്ദേഹം പറഞ്ഞത്, ഒരു 8 കൊല്ലം 10 കൊല്ലം അങ്ങനെ ഒരു ശ്രദ്ധാപൂർവകമായിട്ടുള്ള വഴിയിലൂടെ കടന്നുപോയിട്ട് ഒടുവിൽ അദ്ദേഹത്തിന് ഒരു വീട് പണിയാൻ പറ്റി. ഇതാണ് പ്ലാനിങ് എന്ന് പറയും. ഇതാണ് കരുതൽ വേണമെന്ന് തമ്പുരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വീണ്ടും 5-ാമത്തെ കാര്യം, വേണ്ടത്ര ആലോചന ചോദിക്കാതെയാണ് പലരും ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നത്. തന്നിഷ്ടം, അപ്പം തോന്നിയ പോലെ ചെയ്യുന്നു. ഒരു പരിപാടിയില്ല. ആരോടെങ്കിലുമൊക്കെ ഈ അറിവുള്ളവരോടൊന്ന് ആലോചന ചോദിക്കാനായിട്ട്, ദൈവത്തോടൊന്ന് ആലോചന ചോദിക്കാനായിട്ട്, ഞാൻ ഈ പോകുന്നതൊക്കെ ഗുണപരമാണ്, എൻ്റെ പ്രവൃത്തി ഇത് കരുതലായിട്ട് മാറുമോ, ഇതൊരു ഗുണകരമായ ഒന്ന് റിസൾട്ടിലേക്ക് എത്തുമോ? ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പോവുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു നിലപാടിനെയാണ് വചനം കൃത്യമായി ചോദ്യം ചെയ്യേണ്ടത്. ഓരോ പ്രവൃത്തിയും എവറി സ്റ്റെപ്പ് അതിങ്ങനെ കൗണ്ട് ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് പഠിക്കണം. കൗണ്ട് ചെയ്ത് മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയുടെ ജീവിതം. കുടുംബ ജീവിതത്തിലൊക്കെ പ്രത്യേകം ഓർമ്മിക്കണം. ചില ആളുകളൊക്കെ ഭയങ്കര രഹസ്യാത്മകത സൂക്ഷിക്കുന്ന മനുഷ്യരാണ്. പങ്കാളിയോടൊന്നും പറയില്ല, മക്കൾക്കൊന്നും അറിയത്തില്ല. അപ്പൻ അപ്രതീക്ഷിതമായിട്ട് മൺമറഞ്ഞു കഴിയുമ്പം, അപകടം പറ്റിക്കഴിയുമ്പം, എന്തെങ്കിലും കൈപ്പിഴ വന്നു കഴിയുമ്പം ആളുകളൊക്കെ ഓടിക്കൂടിയിട്ട് എനിക്ക് അത് തരാനുണ്ട്, ഇത് തരാനുണ്ട്, എനിക്ക് അത്രയും കിട്ടാനുണ്ട്, ഇത്രയും കിട്ടാനുണ്ടെന്നൊക്കെ പറയാണ്. ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അയാൾ ഇങ്ങനെ ചുമ്മാ ജീവിച്ചു കടന്നുപോയി. അങ്ങനെയൊരു ഭയാനകമായിട്ടുള്ള അനുഭവത്തിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അത്
ജീവിതത്തിൻ്റെ ഒരു നിയമം പോലെ, ഒരനുഷ്ഠാനം പോലെ അത് അച്ചട്ടായിട്ട് പാലിച്ചേ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗ്യം തേടുന്നവരായിട്ട് മാറാതെ പല ആളുകളും എന്തുമാത്രം ആളുകളെ ലോട്ടറി മേടിക്കുന്നത്. സങ്കടം വരും നമുക്ക്. അധ്വാനിച്ച് സമ്പാദിക്കാനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ മനസ്സിനെ പോലും ഈ ഭാഗ്യപരീക്ഷണം വഴിതെറ്റിക്കും. എനിക്കറിയാം, അനുജൻ്റെ കമ്പനിയോട് ബന്ധപ്പെട്ടൊരു ചെറുപ്പക്കാരൻ അവൻ്റെ തൊഴിൽ മേഖലയിൽ വലിയ തന്ത്രങ്ങളും തട്ടിപ്പുകളും സൂത്രങ്ങളും കാണിച്ച് കണക്കൊക്കെ തിരുത്തി എഴുതി, ബില്ലിൻ്റെയൊക്കെ കാർബൺ കോപ്പി വയ്ക്കാതെ എഴുതി, ഇങ്ങനെ വളരെ അപകടകരമായിട്ടുള്ള സൂത്രപ്പണികളിലൂടെ അവൻ 8 ലക്ഷം രൂപയുടെ ബാധ്യതയാണ്. 8 ലക്ഷം രൂപയുടെ ബാധ്യത ചിന്തിക്കാൻ പോലും ആകാത്ത വിധം. അവൻ്റെ വീടും സ്ഥലം എന്നൊക്കെ പറയണത് ഒരു ചെറ്റക്കുടിൽ മാത്രം അവനുള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു സൗകര്യവും. അത് വിറ്റാൽ പോലും ഈ പണം കിട്ടില്ല. അവനെ ഈ വിഷയത്തോട് ബന്ധപ്പെടുത്തി പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പം അവൻ്റെ കയ്യിൽ ഏതാണ്ട് 60,000 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. 60,000 രൂപയുടെ. നറുക്കെടുപ്പ് നടക്കാത്തത് കഴിയുന്ന കഥയല്ലേ പറയണേ. ഇതൊരു വല്ലാത്ത അപകടമാണ് പ്രിയപ്പെട്ടവരെ. ഭാഗ്യം തേടി നടക്കാതെ പ്രവൃത്തികളെ കരുതലാകത്തക്ക വിധം. അതൊരു അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ നിയമാനുഷ്ഠാനം. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിഷ്ഠയായി, നിയമമായി, നിയതമായ വഴിയിലൂടെ ചെയ്യാൻ പഠിച്ചാൽ നാം ഒരു അത്ഭുതമായിട്ട് മാറും. കോടിക്കണക്കിന് ആളുകളിൽ വളരെ കുറച്ച് ആളുകൾ കിട്ടുന്ന ഒരു ഭാഗ്യത്തിന് വേണ്ടിയിട്ട്, നൂറ്റാണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന ഒരത്ഭുതത്തിന് വേണ്ടി ജീവിതം മുഴുവനും പാഴാക്കുന്ന ഒരുപാട് മനുഷ്യർ. ചിലരൊക്കെ ഇങ്ങനെ PSC മാത്രമേ ജോലിയായിട്ടുള്ളൂ. PSC എഴുതി കിട്ടിയിട്ടേ ജോലിക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ 38 വയസ്സോ 40 വയസ്സാവണം. PSC കിട്ടില്ലെന്ന് ഉറപ്പ് വരുന്നു. ഇതൊരു സങ്കടകരമാണെന്നറിയണ്ടേ. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികളെ എനിക്ക് വേഗത്തിൽ കരുതലാക്കണമെന്നുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉണർവും പ്രാർത്ഥനയും ഉണ്ടാവട്ടെ. ജസ്റ്റിസ് കുര്യൻ ജോസഫൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹം തൻ്റെ പ്രവൃത്തികളിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരിക്കുന്ന കാലത്ത് ഈ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയും കരുതലും ജാഗ്രതയും പുലർത്തി സന്നിധാനത്ത് പോയി, ആരാധനാ ചാപ്പലിൽ പോയി ഏറെ മണിക്കൂറുകൾ ഇരിക്കുകയും കുർബാനയിൽ കൃത്യതയോടെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് പണിയെടുക്കുമ്പോൾ ആരോ ചോദിച്ചു, വെറുതെ ഈ സമയം മുഴുവനും വല്ലതുമൊക്കെ വായിച്ച് നന്നായി വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചുകൂടെ? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ സന്നിധാനത്ത് പോയിരിക്കുമ്പം കിട്ടുന്ന വെളിപാടുകൾ ഈ പുസ്തകം വായിച്ച്, പഴയ നിയമത്തിൻ്റെ പ്രത്യേകതകൾ വായിച്ച് കിട്ടുന്നതിലും ശ്രേഷ്ഠമാണ്. ബോധ്യമൊക്കെ നമുക്ക് സൂക്ഷിക്കാം. നമുക്കും തമ്പുരാനോട് അഭിഷേകത്തോടു കൂടെ പ്രാർത്ഥിക്കാം. പ്രവൃത്തികളെ കരുതലാക്കി മാറ്റാനുള്ള ശ്രദ്ധ, ജാഗ്രത, ഉണർവ്, തീക്ഷ്ണത. അതിനുവേണ്ടി നമുക്കിതിനെ ഒരു നിയമം പോലെ, ഇതൊരു ചടങ്ങല്ല, ഇതൊരു നിയമാനുഷ്ഠാനമാണ്, കൃത്യമായി പാലിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഓരോ പ്രവൃത്തിയും അതിനാൽ തന്നെ ശ്രേഷ്ഠമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ നിയോഗത്തോടെ, കരുതലോടെ, ശ്രദ്ധയും ജാഗ്രതയും വെച്ച് പുലർത്തി ചുവട് വെച്ചാൽ അത്ഭുതമാകും, അനുഗ്രഹമാകും. ഞങ്ങളിലൂടെ സ്വർഗം സ്വപ്നം കണ്ടത് ഇതുമാത്രമാണ്. വചനം ഓർമ്മപ്പെടുത്തും പോലെ മനുഷ്യനെ ആശ്രയിച്ചും ചുറ്റുപാടിലെ സാധ്യതകളെ ഉപയോഗിച്ചും ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കടന്നു പോകുന്ന ഗുണകരമല്ലാത്തൊരു ജീവിതമായി, ഒരു പറ്റം ജീവിതമായി ഞങ്ങളുടേത് മാറാതിരിക്കാൻ കൃപ നൽകിയാൽ ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.